നുണകളേക്കാൾ ഭയാനകമാണ് പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ. കാരണം അത് മനുഷ്യനെ വിശ്വസിപ്പിക്കുക മാത്രമല്ല, അവന് പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു. വാഗ്ദാനങ്ങൾ നൽകി ആൾക്കാരെ വഞ്ചിക്കുമ്പോൾ എത്ര വലിയ പാതകമാണ് നാം ചെയ്യുന്നതെന്ന് പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ല. യൂറോപ്പിൽ അതിശൈത്യമുള്ള ഒരു സായാഹ്നത്തിൽ ഒരു സമ്പന്നൻ തൻ്റെ കാറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ആ അതിശൈത്യത്തിൽ കടത്തിണ്ണയിൽ കൂനിക്കൂടിയിരിക്കുന്ന ഒരു വൃദ്ധനെ കണ്ടു. അയാൾക്ക് തണുപ്പകറ്റാൻ പുതപ്പോ കമ്പിളിയോ ഉണ്ടായിരുന്നില്ല. അയാൾ തൻ്റെ കാർ ഒതുക്കി ആ വൃദ്ധ യാചകനോട് ചോദിച്ചു, ഈ കൊടിയ തണുപ്പത്ത് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ആ വൃദ്ധ യാചകൻ പറഞ്ഞു, വർഷങ്ങളായി എനിക്കിത് പരിചയമാണ്. ഈ തണുപ്പിനെ അതിജീവിക്കാൻ എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് ഭയമില്ല. ആ സമ്പന്നൻ പറഞ്ഞു, അത് ശരിയല്ല, നിങ്ങൾ കാത്തിരിക്കൂ, ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിങ്ങൾക്ക് മനോഹരമായ ഒരു കമ്പിളിപ്പുതപ്പ് കൊണ്ടുവന്ന് തരാം. ആദ്യമായി ആ യാചകൻ തനിക്ക് നേരെ കരുണയോടെ പെരുമാറിയ ആ മനുഷ്യനെ മനസ്സിൽ സ്തുതിച്ചുകൊണ്ട് ആ മനുഷ്യൻ തരാൻ പോകുന്ന കമ്പിളിപ്പുതപ്പിൻ്റെ ചൂട് സ്വപ്നം കണ്ട് അവിടെ കിടന്നു. ആ സമ്പന്നൻ വീട്ടിലെത്തിയതും മക്കളും കൊച്ചുമക്കളും എല്ലാവരും ചേർന്നുള്ള വർത്തമാനവും കഴിഞ്ഞ് ഡിന്നറും കഴിഞ്ഞപ്പോൾ യാചകന് നൽകിയ വാഗ്ദാനം ആ മനുഷ്യൻ എങ്ങനെയോ മറന്നു. അയാൾ കിടന്നുറങ്ങി. അതിരാവിലെ എണീറ്റപ്പോഴാണ് അയാൾ ഓർത്തത്, ഇന്നലെ രാത്രി താൻ ഒരു യാചകന് കമ്പിളിപ്പുതപ്പ് നൽകാമല്ലോ എന്ന വാഗ്ദാനം നൽകിയിരുന്നല്ലോ, അത് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ അലമാരയിൽ നിന്നും ഏറ്റവും മനോഹരമായ നല്ല ചൂടുള്ള ഒരു കമ്പിളിപ്പുതപ്പെടുത്ത് കാറിൽ വെച്ച് ആ യാചകനെ കണ്ടിടത്തേക്ക് ചെന്നു. അവിടെ ചെന്നതും അയാൾ കാണാം, ആ യാചകൻ മരിച്ചു കിടക്കുന്നു. ആ സമ്പന്നന് സങ്കടമായി. എൻ്റെ അനാസ്ഥയാണല്ലോ, എൻ്റെ അലംഭാവമാണല്ലോ ഈ മനുഷ്യനെ കൊന്നത്. അയാൾക്ക് ഞാൻ ഇന്നലെ ഈ കമ്പിളിപ്പുതപ്പ് കൊടുത്തിരുന്നെങ്കിൽ അയാളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നല്ലോ. അയാൾക്ക് സങ്കടമായി. അയാൾ ആ മൃതദേഹത്തിനരികെ ഇരുന്ന് വിതുമ്പി. പെട്ടെന്നാണ് ആ യാചകൻ തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു കുറിപ്പടി ഈ സമ്പന്നൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അയാൾ ആ കുറിപ്പടി എടുത്തു. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, ഇത്രയും കാലം എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും ഈ തണുപ്പിനെ അതിജീവിക്കാൻ ഞാൻ പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഒരാൾ വന്ന് എന്നോടൊരു പുതപ്പ് വാഗ്ദാനം ചെയ്തപ്പോൾ ആ പ്രതീക്ഷയിൽ ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ച ഞാൻ ആ ചൂടും സ്വപ്നം കണ്ടുറങ്ങി. അതുകൊണ്ട് എൻ്റെ മനസ്സിനും എൻ്റെ ശരീരത്തിനും തണുപ്പ് താങ്ങാനായില്ല. ഈ രാത്രി വെളുപ്പിക്കാനാവുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ അതിനു മുമ്പേ മരിച്ചു പോയേക്കാം. ആ സമ്പന്നൻ അതുകൂടി വായിച്ചപ്പോൾ സങ്കടം കൊണ്ട് ഏങ്ങി കരഞ്ഞു. എൻ്റെ ഫേക്കായ വാഗ്ദാനമാണ് അയാളെ കൊന്നത്, അല്ലാതെ ആ തണുപ്പായിരുന്നില്ല എന്ന് ആ സമ്പന്നന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ സൗഹൃദങ്ങളിലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും ഒക്കെ നിരന്തരം വാഗ്ദാനം നൽകുന്നവരാണ്. ആ വാഗ്ദാനം പാലിക്കണം എന്ന വാശിയോടെ ആയിരിക്കണം നാം നൽകേണ്ടത്. പ്രത്യേകിച്ചും മക്കളോടും നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരോടുമുള്ള വാഗ്ദാനങ്ങൾ എത്ര അശ്രദ്ധയോടെയാണ്, എത്ര അലംഭാവത്തോടെയാണ്, എത്ര ഉദാസീനതയോടെയാണ് നാം മറന്നു പോകുന്നത്. ഒരു വാഗ്ദാനം നൽകുന്നതിന് മുമ്പ് നമുക്ക് പലവട്ടം ആലോചിക്കാം, ഈ വാഗ്ദാനം നൽകണമോ വേണ്ടയോ എന്ന്. എന്നാൽ ഒരു വാഗ്ദാനം നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളത് നടപ്പാക്കുക തന്നെ വേണം. അതിൽ ഒഴിവ് കഴിവില്ല.